ഇന്ന് വീടുകളൊക്കെ കൂടുതൽ ഈ കണ്ടംപററി സ്റ്റൈലിലേക്ക് മാറിയത് കൊണ്ട് തന്നെ പാരപ്പറ്റിന് നമ്മൾ ഈ സ്ക്വയർ പൈപ്പിന്റെ ഉപയോഗം കൂടുതലാണല്ലേ. അപ്പൊ നമ്മൾ ബഡ്ജറ്റ് ഹോമായി നിർമ്മിക്കുമ്പോഴൊക്കെ ഏറ്റവും ചെലവ് കുറച്ച് പെട്ടെന്ന് തീർക്കാനും സമയമൊക്കെ ലാഭിച്ചുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പണി പൂർത്തീകരിക്കാൻ പറ്റുന്ന ഒരു മോഡൽ കാണിച്ചു തരാണ് കേട്ടോ. കാരണം ഒരുപാട് ആൾക്ക് ഉപയോഗപ്പെടും. നമ്മൾ ആദ്യം തന്നെ നമ്മൾ കട്ട വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. നമ്മൾ ഇതേമാതിരി പൈപ്പ് ഇടുകയാണെങ്കിൽ നമ്മൾ കട്ട വാങ്ങുമ്പോൾ ഉണ്ട് ഇതേമാതിരി ഹോൾസിലെ കട്ട, ഇതേമാതിരി നമ്മൾ ഹോൾസുകളിലെ കട്ട വാങ്ങട്ടെ. ഇത് 1 2 3 4 5 ഹോൾസ് ഉണ്ട്. ഇതേമാതിരി ഹോൾസിലെ കട്ട വാങ്ങിയാണ്ട് ഒരേ വാട്ടർ ലെവലിൽ ഒരേ തൂക്കത്തിൽ നമ്മൾ പടുക്കുകയാണെങ്കിൽ നമുക്ക് ഇൻഡസ്ട്രിക്കാരൊന്നും സഹായം ഇല്ലാതെ പെട്ടെന്ന് നമുക്ക് പൈപ്പ് ഇടാം കണ്ടോ. ഇതേമാതിരി കട്ട് ചെയ്ത പൈപ്പിനെ നമ്മൾ ഇത്ര പണി കേട്ടോ, ഇത്ര പെട്ടെന്ന് നമുക്ക് പൈപ്പ് ഇട്ടാണ്ട് പൂർത്തീകരിക്കാം. പടുവ് തന്നെ ഈ ഓളോ ബ്രിക്സ് കറക്റ്റ് ലെവലിൽ വെച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ വെക്കുക തന്നെ നമുക്ക് വാട്ടർ ലെവൽ കറക്റ്റ് ആക്കാം. നമുക്ക് സംശയം ഒന്ന് ചെക്ക് ചെയ്താൽ മതി. പിന്നെ നമ്മൾ അളവെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേട്ടോ. അതേമാതിരി കട്ട് ചെയ്യാൻ അളവെടുക്കുമ്പോൾ പിന്നെ നമ്മൾ കമ്പി കട്ട് ചെയ്യാൻ വേണ്ടി അളവെടുക്കുമ്പോഴേ ഇതിന്റെ ഈ കുഴിന്റെ ആയം എന്ന് പറയുന്നത് 17 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമ്മൾ 16 സെന്റിമീറ്റർ ഏറെ കൂട്ടണം. അതായത് ഇതേമാതിരി അളവ് എടുക്കുക, ഇതിന്റെ രണ്ട് ഭാഗത്തിന്റെ അളവ് എടുത്തിട്ട് അതിനേക്കാൾ ഒരു 16 സെന്റിമീറ്റർ ഏറെ കറക്റ്റ് ആയി നമുക്ക് ഇതിനുള്ളിൽ വെക്കാൻ കഴിയും. അതേമാതിരി തന്നെ ഒരു ഭാഗത്തേക്ക് ഇതിനുള്ളിൽ ഏകദേശം 8 സെന്റിമീറ്റർ ഇതിന്റെ ഉള്ളിലേക്ക് കയറി നിൽക്കും ചെയ്യും. അതുകൊണ്ട് സ്ഥലത്തിനൊന്നും കുഴപ്പമുണ്ടാവില്ല. ഈ ഓൾസുകൾ ഇതേമാതിരി ഒന്ന് അടച്ചു കൊടുത്താൽ പരിപാടി കഴിഞ്ഞു. പിന്നെ നമുക്ക് തേപ്പന്നെ തുടങ്ങാം കേട്ടോ. അപ്പൊ ഇതുപോലെ ചെറിയ ബഡ്ജറ്റിൽ നമുക്ക് ചെറിയ സമയം കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മോഡലാണ്. അപ്പൊ വീഡിയോ ഉപകാരപ്പെട്ടവരെ സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ബൈ.